അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, അവൻ്റെ കരുണപ്രകാരമത്രേ നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 6-ാം വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മോട് വിളിച്ചു പറയുന്നു, നമ്മുടെ നീതി പ്രവർത്തികൾ കാരണമല്ല നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ കരുണ പ്രകാരം മാത്രമാണ്. കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ അർഹിച്ചത് നമുക്ക് നൽകാതിരുന്നതാണ് കരുണ. നമുക്ക് അർഹിച്ചത് വാസ്തവമായും നിത്യ മരണമായിരുന്നു. പാപം ചെയ്യുന്നവൻ മരിക്കണം, പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുമ്പോൾ, ആ പാപത്തിൻ്റെ ശമ്പളം നമുക്ക് തരാതെ അവൻ്റെ ആ കൃപയാൽ നമ്മളെ രക്ഷിച്ചിരിക്കുന്നു, അവൻ്റെ കരുണ പ്രകാരം. ലോകത്തിലുള്ള മനുഷ്യർ, ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 800 കോടിയിലധികം ജനം വസിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ശ്രദ്ധ എന്ന് പറയുന്നത് ലോകത്തിലുള്ള കാര്യങ്ങളാണ്. അന്നുള്ള ജീവിതം, സമ്പാദ്യം, കാറ്, വീട്, യുദ്ധങ്ങളുണ്ടാകുമ്പോൾ പല രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക, യുദ്ധങ്ങൾ ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക എന്ന് വേണ്ട ലോകത്തിലുള്ളതിലെല്ലാം വളരെ ആക്റ്റീവായിരിക്കുമ്പോൾ ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ എനിക്ക് സകല മനുഷ്യരോടും പറയാനുള്ളത്, നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയില്ല. ആര് ശ്രദ്ധിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേക വിഷയമല്ല. കാരണം കർത്താവ് പറഞ്ഞ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി നിങ്ങളുടെ നീതിപ്രവൃത്തികൾ തേടിപ്പോയാൽ മനുഷ്യൻ്റെ സ്വയം നീതി കൊണ്ട് മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിലേക്ക് ആശ്രയിക്കുക, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. നാം രക്ഷ പ്രാപിക്കേണ്ടത് നിർബന്ധമായ കാര്യമാണ്. രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ രക്ഷയുടെ നേരെ എതിർപദം എന്നുള്ളത് ശിക്ഷയാണ്. ജീവൻ നാം പ്രാപിച്ചില്ല എങ്കിൽ നേരെ എതിർപദം മരണമാണ്. അതുകൊണ്ട് ആമേൻ, രക്ഷയുടെ എതിർപദം വേറൊരു പദം നാശമാണ്. ആമേൻ, അതുകൊണ്ട് നാശത്തിലേക്കും നിത്യമരണത്തിലേക്കും ദൈവിക ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകാതെ ദൈവത്തിൻ്റെ കരുണയുടെ അടുത്തേക്ക് വരുമോ, യേശുവിലേക്ക് വരുമോ നിങ്ങൾ? അതിനായിട്ട് ഈ പ്രഭാതത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.